പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെപ്പറ്റി പറയാനാണ്. ഒരു 15 വർഷം മുമ്പ് ഒരു ഓണക്കാലമാണ്, വീട്ടിലങ്ങനെ ഇരിക്കുന്നു. എനിക്കൊരു ഫോൺ വന്നു. ജോൺ ബ്രദറാണോ? ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? നമ്മൾ തങ്ങളിൽ പരിചയമില്ല, എങ്കിലും എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. ഒരു മെല്ലിച്ച ചെറുപ്പക്കാരൻ അവൻ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഞാൻ പറഞ്ഞിരിക്കുക, ഞങ്ങൾ കുറച്ച് അങ്ങനെ സംസാരം തുടങ്ങി. എവിടെയാണ് വീട്, കാര്യം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളെല്ലാം പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ജയിലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ നീ ജയിലിലായോ? അപ്പോൾ അവൻ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം, എൻ്റെ മനസ്സിൽ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങളോട് പറയണം. ഞാൻ പറഞ്ഞു, സന്തോഷം പറഞ്ഞു. അവനവൻ്റെ വിഷമമെല്ലാം പറഞ്ഞു, ജയിലിലാകാനുള്ള കാരണം പറഞ്ഞു. അത്യാവശ്യം തരികിട കാണിച്ച് ജീവിക്കുന്ന സഹോദരൻ, അവന് മറ്റൊരാൾ ഒറ്റിക്കൊടുത്ത്, തൻ്റെ കൂടെയുള്ള മറ്റൊരു തരികിടക്കാരൻ ഒറ്റിക്കൊടുത്തിട്ട് ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ഈ കേരളത്തിൽ നിൽക്കാനൊക്കത്തില്ല, ഇനി കേരളം വിട്ടു പോകണം. അതാണ് അയാളുടെ സാഹചര്യം. കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ചോദിച്ചു കേട്ടു. അപ്പോൾ ഇപ്പോൾ അവൻ പറയുന്നത്, എന്നെ ഒറ്റിക്കൊടുത്തവനെ ഞാൻ കൊല്ലുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, കൊല്ലണ്ടടാ, ഒന്ന് തല്ലിയാലും കുഴപ്പമില്ല, കൊല്ലരുതെന്ന് പറഞ്ഞു. ഇല്ല, അവനെ കൊല്ലും ഞാൻ. അപ്പം പറഞ്ഞു കേട്ടതനുസരിച്ച് ഞാൻ ചോദിച്ചു, എന്താ അത്ര വലിയ തീക്ഷ്ണതയുണ്ടാകാൻ കാരണം എന്താ? കാരണം ഞാൻ പലയിടത്തുനിന്ന് കാശ് വാങ്ങിയിട്ടാണ് ഇവൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ ഞാൻ കാശ് കൊടുത്തത്. രണ്ടുപേരും തരികിടകളാണ്, എങ്കിലും പെങ്ങളെ കെട്ടിക്കാനുള്ള കാശ് ഞാൻ വേറൊരിടത്തുനിന്ന് സംഘടിപ്പിച്ചു കൊടുത്തിട്ടാണ് ഇവൻ്റെ പെങ്ങളെ കെട്ടിച്ചത്. എന്നിട്ട് അവൻ എന്നെ ഒറ്റിക്കൊടുത്തു. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവനെ ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞു, എടാ പോട്ടെ, സാരമില്ല, മനുഷ്യനല്ലേ, മണ്ടത്തരം പറ്റിച്ചു പോയി, നീ ക്ഷമിക്കേ. ഇല്ല, ഇവൻ ക്ഷമിക്കില്ല, ഭയങ്കരമായ മസിൽ പിടുത്തം, അവനെ ഞാൻ കൊല്ലും. ഞാൻ ആ തരത്തിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരാണ്. ഞാൻ എൻ്റെ സമാധാന ബുദ്ധിക്ക് പറഞ്ഞു, എടാ പോട്ടടാ. ഇല്ലില്ല, അവൻ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല, ക്ഷമിക്കില്ല. അപ്പോൾ ഏതായാലും കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഇവനിങ്ങനെ കൊല്ലും എന്നും പറഞ്ഞിരിക്കുക. ഞാൻ ഇവനോട് പറഞ്ഞു, നീ അവനെ കൊല്ലില്ലാന്ന് പറഞ്ഞു. ഇവനെന്നെ കളിയാക്കി ചിരിച്ചു. കാരണം സകല തോന്നിവാസം കാണിച്ചിട്ടുള്ള പാർട്ടിയാണ്, സകല തിന്മകളും ചെയ്തിട്ടുള്ളവനാണ്. അവനിപ്പോൾ ഇതൊന്നും ഒരു വലിയ പ്രശ്നമേ അല്ലാത്ത തരത്തിലുള്ള ഒരു മനുഷ്യനാണ്. അവൻ എന്നെ കളിയാക്കി ചിരിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടല്ലേ ഞാൻ ജീവിക്കാൻ പോണേ, അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ ചെയ്യില്ലടാന്ന് പറഞ്ഞു. വീൽ ചെയറിൽ ഇരിക്കുന്ന എന്നെ നോക്കി അവൻ വീണ്ടും എന്നെ കളിയാക്കി ചിരിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ലടാന്ന് പറഞ്ഞു. നിനക്ക് അവനെ തൊടാൻ പറ്റുകയില്ലാന്ന് പറഞ്ഞു. ഉടനെ ഇവൻ എന്നോട് പറഞ്ഞു, ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, പിന്നെ നിങ്ങൾ എന്നത് എൻ്റെ മേൽ. ഞാൻ പറഞ്ഞു, ഇല്ലടാ, നീ അവനെ തൊടില്ല, നിനക്ക് തൊടാൻ പറ്റത്തില്ലടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചു, അതെന്നാ കാര്യം, നിങ്ങൾ ഇത്ര തൻ്റെ അടുത്തോടെ പറയാൻ? ഞാൻ പറഞ്ഞു, ഒറ്റ തൻ്റെ ഇടവേ ഉള്ളൂ. നെഞ്ചു മുതൽ തളർന്ന ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ യാതൊരു പരിചയമില്ലാത്ത ഒരുവൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വരിക. അങ്ങനെയുള്ള ഒരാളാണ് നീ എൻ്റെ മുന്നിലിരിക്കുന്നത്. നിന്നെ എനിക്കറിയില്ല, എന്നെ നിനക്കും അറിയില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ ഗേറ്റ് കയറി എൻ്റെ വീട്ടിലേക്ക് വരാൻ ദൈവം നിന്നെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ തിന്മ ചെയ്യാൻ ദൈവം നിന്നെ സമ്മതിക്കത്തില്ലടാന്ന്. ഇല്ലടാ, നീ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു, നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം 1.5 മണിക്കൂറിന് ശേഷം എൻ്റെ ഒരിക്കൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ, ഇല്ല, ഞാനത് ചെയ്യില്ല എന്ന് അവൻ സമ്മതിച്ചിട്ടാണ് ഇറങ്ങിപ്പോയി. അവന് ശകലം സാമ്പത്തിക ആവശ്യമുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ എവിടെയെങ്കിലും കയറി മോഷ്ടിക്കും. ഞാൻ പറഞ്ഞു, നീ മോഷ്ടിക്കരുത്. എന്നോട് പറഞ്ഞു, എനിക്കൊരു 1300 രൂപ വേണം, എന്നാലേ അല്ലെങ്കിൽ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു, കാശാണോ പ്രശ്നം? അപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ പോക്കറ്റിൽ ഒരു 1000 രൂപ ഇരിപ്പുണ്ട്, ആരോ എനിക്ക് തന്നതാണ്. എനിക്ക് അങ്ങനെയുള്ള ചില ദൈവാനുഗ്രഹങ്ങളുണ്ട്. വല്ലവരും എന്തെങ്കിലുമൊക്കെ നമ്മുടെ പോക്കറ്റിലേക്ക് തന്നു കഴിഞ്ഞാൽ അത് എനിക്ക് വേണ്ടി അല്ലാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം.
ഞാനതെൻ്റെ പേഴ്സിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് വേണ്ട 10-15 ദിവസമായി. ഞാൻ പെട്ടെന്ന് ആ കാശ് എടുത്ത് കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു 300 രൂപ കൂടെ വേണം, എന്നാലേ എൻ്റെ വണ്ടി കാശാകത്തുള്ളൂ. അവസാനം ഞാൻ അവനൊരു 300 രൂപ കൂടെ വാങ്ങി എടുത്ത് കൊടുത്തു. അവൻ ആ കാശുമായിട്ട് പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു നല്ല ദൈവവിശ്വാസിയാണെങ്കിൽ, നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ, അധർമ്മം ചെയ്യാൻ പോകുന്നൊരു മനുഷ്യൻ നമ്മുടെ അടുത്ത് വന്നാൽ ദൈവം പറഞ്ഞയച്ചിട്ട് അവൻ വരുന്നത്, നമ്മൾ വിളിച്ചിട്ടല്ല അവൻ വരുന്നത്. അങ്ങനെ ഒരുത്തൻ വന്നാൽ അവനെ ആ തിന്മ ചെയ്യുന്നതിൽ നിന്നും ബ്ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, തടയാൻ നമുക്ക് സാധിക്കും. ഭൂമിയിലെ ഒരുപാട് തിന്മകൾ അങ്ങനെ തടയാനായിട്ട് എന്നെയും നിങ്ങളെ ദൈവം ഉപകരണമാക്കും. പക്ഷേ വിവേകത്തോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് എന്നാ ചെയ്തവെന്നല്ല, നാട്ടിലൊരു തിന്മ കൂടെ നടന്നാൽ അതിൻ്റെ കഷ്ടപ്പാടും അതിൻ്റെ വേദനയും എനിക്കും ഉണ്ടാകുമെന്നൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഉറപ്പ് നിന്നെ ദൈവം ഉപയോഗിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി ജീവിക്കാൻ, മറ്റൊരുവനെ തിന്മയിലേക്ക് വിടാതെ മറ്റൊരുവൻ്റെ നാശം കാണാനുള്ള സാധ്യത ഉണ്ടാകാതെ തടഞ്ഞു കെട്ടാനുള്ള കഴിവ് ഓരോ മനുഷ്യർക്കുമുണ്ട്, ജാതി മത വ്യത്യാസമില്ല. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ, നിങ്ങളിലൂടെ ഇങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ടെന്നറിയാമോ? പോട്ടെന്ന് പറ, സാരമില്ലെന്ന് പറ, ഒരാളെന്ന് പോട്ടടാ, കുഴപ്പമില്ല, അങ്ങ് വിട്ടുകളാ, പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുവനെ ആശ്വസിപ്പിക്കുമ്പോൾ വലിയൊരു അപകടത്തിൽ നിന്ന് അവനെയും അവൻ്റെ കുടുംബത്തെയും രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്നിലും നിങ്ങളിലുമുള്ള ആ ദൈവിക ശക്തി വെളിപ്പെടും. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ഈ സന്ദേശം കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കൊണ്ടിടേ. ഒരുപാട് പേര് കാണുന്നൊന്നുമില്ല. കാണുന്നവർക്ക് ആ അഭിപ്രായം എഴുതാൻ കഴിവുള്ളവരാണെങ്കിൽ, ഇതിൻ്റെ ഒരു നല്ല വശമുണ്ടെങ്കിൽ, അത് പോരായ്മയുണ്ടെങ്കിൽ അത് ഒന്ന് പറഞ്ഞു തരിക. ഒന്ന് കൂടുതൽ മെച്ചപ്പെട്ടത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.